ഇന്ന് പുറത്തു വന്ന 3 IPL ന്യൂസാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് RCBയുമായി ബന്ധപ്പെട്ടതാണ്. RCB ടീമിലെ KGF ആയിരുന്നു കോഹ്ലി, മാക്സ്വെൽ, ഡുപ്ലസി. ഇപ്പോൾ ആ രണ്ട് താരങ്ങളും RCB ടീമിലില്ല, കോഹ്ലി മാത്രമേ ഉള്ളൂ. എന്നാൽ ഇപ്പോൾ ട്രേഡിംഗ് വഴി ഡുപ്ലസി, മാക്സ്വെൽ ഇവരെ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് RCB. ഡുപ്ലസിക്ക് വേണ്ടി ഡൽഹി ടീമുമായിട്ട് RCB സംസാരിച്ചു കഴിഞ്ഞു. അതുപോലെ പഞ്ചാബിൽ നിന്ന് മാക്സ്വെല്ലിനെയും തിരിച്ച് കൊണ്ടുവരികയാണ്. ട്രേഡ് വിൻഡോ ഓപ്പൺ ആയതുകൊണ്ട് പരസ്പരം താരങ്ങളെ വിട്ടുകൊടുത്ത് ഈ രണ്ട് താരങ്ങളെയും ടീമിലേക്ക് എത്തിക്കാൻ സാധിക്കും. അടുത്തൊരു അപ്ഡേറ്റ് മുംബൈ ഇന്ത്യൻസുമായി ബന്ധപ്പെട്ടതാണ്. കഴിഞ്ഞ പ്രാവശ്യം അവസാനമാണ് ഹാർദിക് പാണ്ഡ്യയെ ട്രേഡ് വഴി മുംബൈ ഇന്ത്യൻസ് വാങ്ങിയത്. അന്നത് വലിയ ചർച്ചയായിരുന്നു. എന്നാൽ പാണ്ഡ്യ മുംബൈയിലെത്തിയപ്പോൾ മുംബൈ ടീം തന്നെ നാശമായി. പാണ്ഡ്യയെ ക്യാപ്റ്റനാക്കിയപ്പോൾ മുംബൈ ടീമിനെ വലിയ വിമർശനമാണ് നേരിട്ടത്. രോഹിത് ശർമ്മയെ മനഃപൂർവ്വം ഒഴിവാക്കുകയും ചെയ്തു. ഇപ്പോഴിതാ ഹാർദിക് പാണ്ഡ്യയെ മുംബൈ ഇന്ത്യൻസ് ഗുജറാത്തിന് തന്നെ കൊടുക്കുവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. പാണ്ഡ്യയെ ഗുജറാത്തിലേക്ക് വിട്ടുകൊടുത്ത് മറ്റൊരു താരത്തെ സ്വന്തമാക്കാനാണ് മുംബൈ ടീമിന്റെ പദ്ധതി. പാണ്ഡ്യയ്ക്ക് വേണ്ടിയുള്ള ട്രേഡ് മുംബൈ ടീം ആരംഭിച്ചു കഴിഞ്ഞു. ഒരുപക്ഷെ ഗുജറാത്തിൽ നിന്ന് ബട്ട്ലറെ സ്വന്തമാക്കാനായിരിക്കും മുംബൈ ടീമിന്റെ പദ്ധതി. ബട്ട്ലർ വന്നാൽ രോഹിത് ശർമ്മയ്ക്കൊപ്പം തന്നെ ഓപ്പൺ ചെയ്യാൻ സാധിക്കും. അടുത്തൊരു അപ്ഡേറ്റ് രാജസ്ഥാനുമായി ബന്ധപ്പെട്ടതാണ്. രാജസ്ഥാൻ ടീം വാർണറെ സ്വന്തമാക്കുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അൺസോൾഡായ താരങ്ങൾക്ക് IPLൽ കളിക്കാൻ സാധിക്കും. ഏതെങ്കിലും ഒരു ടീമിനെ റീപ്ലേസ്മെന്റ് ആയിട്ട് അവരെ വാങ്ങിക്കാം. വാർണർ ഇല്ലാത്ത IPL ആരാധകർക്ക് സങ്കല്പിക്കാൻ സാധിക്കില്ല. ഓസീസിന്റെ വെടിക്കെട്ട് ഓപ്പണറാണ് വാർണർ. വാർണറുമായിട്ട് രാജസ്ഥാൻ സംസാരിച്ചു കഴിഞ്ഞു. ഇനിയൊരു റീപ്ലേസ്മെന്റ് ഉണ്ടെങ്കിൽ വാർണറെ സ്വന്തമാക്കുമെന്നാണ് രാജസ്ഥാൻ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ബട്ട്ലർക്ക് പകരം വാർണറെ ഓപ്പണിങ്ങിൽ കളിപ്പിക്കാൻ സാധിക്കും. വാർണറെ വാങ്ങിയാൽ അത് രാജസ്ഥാന് ഗുണകരം തന്നെയാണ്. അപ്പോൾ ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.